ദില്ലി കുടിവെള്ള പ്രശ്നത്തിൽ മന്ത്രി അതിഷിയുടെ നിരാഹാര സമരം ആരംഭിച്ചു. ദില്ലിക്ക് ആവശ്യമായ വെള്ളം ഹരിയാന നൽകാത്തതിനെതിരെയാണ് പ്രതിഷേധം. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സ്വാതി, ഈ രാജ്യം കാണുകയാണ് ദില്ലിയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്, നിരവധി മണിക്കൂറുകൾ വെള്ളത്തിനായി ടാങ്കറുകൾ കാത്തിരിക്കുന്നത്, വല്ലാത്ത ചൂടിൽ ജനങ്ങൾ വലയുന്നത്. ഹരിയാന ഇപ്പോഴും വെള്ളം കൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ഈ സമരം എങ്ങനെ പുരോഗമിക്കും? സിജു സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത കുടിവെള്ളക്ഷാമം, ചൂട് കനത്തിന് പിന്നാലെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് രാജ്യ തലസ്ഥാനത്ത് നേരിടുന്നത്. ജനങ്ങളടക്കം വിവിധ നഗരങ്ങളിൽ ടാങ്കർ ലോറികൾക്കായി മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിയും ദില്ലി സർക്കാരും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹരിയാന ആവശ്യമുള്ള, അതായത് ദില്ലിക്ക് ആവശ്യമായ ജലം ഹരിയാന നൽകുന്നില്ല എന്ന കടുത്ത ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയും ദില്ലി സർക്കാരും ഉയർത്തിയിട്ടുള്ളത്. ഹരിയാന വെള്ളം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു മന്ത്രി അതിഷി. അതിന് പിന്നാലെയും ആ വിഷയത്തിൽ നടപടിയാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. രാത്രി 11 മണിക്ക് രാജ്ഘട്ടിലെ ഗാന്ധി സ്മൃതി സന്ദർശിച്ചതിന് ശേഷമാണ് അതിഷി ജയ്പൂരയിലെ ഭോഗലിൽ സമരം തുടങ്ങിയിട്ടുള്ളത്. ഹരിയാനയിൽ നിന്ന് ദിവസേന ഒരു 100 ദശലക്ഷം ഗാലൻ വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിക്കുന്നത് വരെ സമരം തുടരാനാണ് ഇപ്പോൾ അതിഷിയുടെ തീരുമാനം. ഡൽഹിക്ക് വെള്ളം നൽകാൻ വേണ്ടി ഹരിയാനയോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ വിഷയത്തിൽ പ്രധാനമന്ത്രി അടക്കം ഇടപെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിരാഹാര സമരത്തിലേക്ക് അതിഷി പോകുന്നത്. എന്തായാലും ഇപ്പോൾ നിരാഹാര സമരം അവിടെ പുരോഗമിക്കുകയാണ്. സമരപന്തലിൽ കെജ്രിവാളിന്റെ ഭാര്യയായിട്ടുള്ള സുനിത കെജ്രിവാളും എത്തിയിരുന്നു. മാത്രമല്ല അതിഷിക്ക് എല്ലാവിധ പിന്തുണയും കെജ്രിവാൾ അറിയിച്ചു എന്നതടക്കമുള്ള സന്ദേശവും അവിടെ എത്തിയിട്ടുണ്ട്. ദില്ലിയിലെ ജനങ്ങളുടെ അവസ്ഥയിൽ കെജ്രിവാളിന് വലിയ ആശങ്കയുണ്ടെന്നും എന്നാൽ അതിഷിയുടെ നിരാഹാര സമരത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നും അടക്കമുള്ള കാര്യമാണ് കെജ്രിവാൾ തന്റെ കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ സുനിത കെജ്രിവാൾ ആ സമരപന്തലിൽ അറിയിച്ചിട്ടുണ്ട് ജനങ്ങളോട്. എന്തായാലും ഇപ്പോൾ നിരാഹാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട് ഹരിയാനയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത് വരെ സമരം തുടരാൻ തന്നെയാണ് അതിഷി തീരുമാനിച്ചിട്ടുള്ളത്. സിജു, ശരി. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദില്ലിക്ക് വെള്ളം നൽകാത്ത ഹരിയാനയുടെ നടപടിക്കെതിരെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള നിരാഹാര സമരം, പ്രതിഷേധങ്ങൾ അവിടെ ഉയരുകയാണ്. മന്ത്രി അതിഷി മർലേന, ഒപ്പം തന്നെ കെജ്രിവാളിന്റെ ഭാര്യ അടക്കമുള്ളവർ ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്.